എന്തിനാണ് ഈ ചങ്ങാതി വയസ്സാം കാലത്ത് സ്വന്തം തന്തയെ പറയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പൂർവികന്മാരെ പറയിപ്പിക്കുന്നത്? വേറെ എന്തെങ്കിലും പണിയെടുത്ത് ഇയാൾക്ക് സ്വസ്ഥമായ ഒരു ഭാഗത്ത് ഇരുന്നുകൂടെ? സമനില തെറ്റിയിട്ടാണ് ഇയാൾ പറയുന്നത് എന്നത് നമുക്കൊക്കെ മനസ്സിലാകും. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ വീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിവിടെ മോഹൻദാസിന്റെ തന്തക്ക് വിളിക്കുകയാണ്, അല്ലെങ്കിൽ പൂർവികന്മാർ ഷൂ നക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പരസ്യമായി വിളിച്ചു പറയുകയാണ്. വീണ്ടും ജനങ്ങളെ അതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഡൽഹിയിൽ സമരത്തിനെത്തിയ വിദ്യാർത്ഥികൾ, അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് ബലാത്സംഗത്തിൽ താല്പര്യമുണ്ട്, അവർ അതിനുവേണ്ടിയാണ് അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അങ്ങോട്ട് പോലീസിനെ അയക്കരുത്, സർക്കാർ ഇടപെടരുതായിരുന്നു, ഞാനാണെങ്കിൽ വിറ്റകളെയൊക്കെ കർഫ്യൂ പ്രഖ്യാപിച്ചു വെടിവെച്ചു കൊല്ലുമായിരുന്നു. ഇത് ഇവർ തന്നെ അവിടെ സമരം നടത്തി പരസ്പരം ബലാത്സംഗം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലയെടുത്ത് ഒന്നും കൊലവിളിച്ചു നടക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ശവങ്ങൾ കിട്ടും എന്നൊക്കെയാണ് ഈ മോഹൻദാസ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പും അയാൾ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആരെയാണ് അധിക്ഷേപിക്കുന്നത്? ഈ രാജ്യത്തെ പൗരന്മാരെയാണ്, വിദ്യാർത്ഥികളെയാണ്. അയാളുടെ മകളുടെ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഇയാൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു RSSകാരന്റെ സംസ്കാരമാണിത്. അത് അയാൾ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇതൊക്കെ പറയുന്നത് കേൾക്കുന്ന ആളുകൾ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതായത് മോഹൻദാസിന്റെ ആളുകൾ പണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകളാണ്. ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധത്തിന്റെ ഭാഗമായിട്ടാണോ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത്, അതിനെ തള്ളിപ്പറഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എന്തായാലും ഷൂ നക്കി വശമില്ല, മാപ്പെഴുതി വശമില്ല, അതെങ്കിലും മോഹൻദാസിന് മനസ്സിലായില്ലേ എന്ന ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പിന്നെ അയാളുടെ പ്രായവുമായി ബന്ധപ്പെടുത്തി ചില പ്രതികരണങ്ങൾ അത് വ്യാപകമായി കാണാൻ കഴിയുന്നു. എന്തായാലും ആ ഒരു വിഷയം ഞാനിവിടെ അത് പറഞ്ഞതാണെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. എന്തായാലും എന്തിനാണ് ഇയാൾ ആവശ്യമില്ലാത്ത സമയത്ത് സ്വന്തം പൂർവികന്മാരെയും അതുപോലെ തന്നെ ജനിപ്പിച്ച പിതാവിനെയും ഒക്കെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. ഇദ്ദേഹത്തെ പിന്തുണക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരും ഇയാളുടെ ഇത്തരത്തിലുള്ള ഈ പരാമർശം കണ്ട് സഹികെട്ടിട്ടാണോ എന്നറിയില്ല, അവരും ഇയാളെ പിന്തുണക്കാൻ ഇപ്പോൾ രംഗത്തെത്തുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ, ഇയാൾ പറയുകയാണ്, ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, സകല എണ്ണത്തെയും വെടിവെച്ചു കൊല്ലും, ശവങ്ങളൊക്കെ പറക്കി ആശുപത്രിയിലേക്ക് എത്തിക്കും. ഈ ചങ്ങാതി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരു ചങ്ങാതിയാണ്, വിറച്ചാണ് ഇയാൾ നടക്കുന്നത്. ഈ ചങ്ങാതിയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും RSS എന്താണ്, ഗുജറാത്ത് കലാപം എന്താണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനായി ഒരു RSSകാരൻ തന്നെ അത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഇയാൾ സ്വന്തം മകളുടെ പ്രായമുള്ള ചെറിയ കുട്ടികൾ, 15, 16, 17 ഒക്കെ വയസ്സുള്ള ചെറിയ കുട്ടികൾ, അവരെ കുറിച്ചാണ് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തായാലും RSSകാരൻ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് എന്നുകൂടെ ഇയാൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്.